എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇസ്രായേൽ ഒരു പ്രഖ്യാപനം നടത്തിയതുമായി ബന്ധപ്പെട്ടായിരുന്നു. വരുന്ന 48 മണിക്കൂർ അതീവ നിർണായകമാണെന്നൊരു പ്രഖ്യാപനമാണ് ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നത്. ഇപ്പോൾ 24 മണിക്കൂർ പിന്നിടുന്നു. 24 മണിക്കൂറിൽ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ ഇസ്രായേലിലും ഇറാനിലും സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് പരിശോധിക്കാം. ചില വിവരങ്ങൾ നമുക്കൊന്ന് പങ്കുവയ്ക്കാം. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇറാനിൽ കടന്ന് ആക്രമണം നടത്തി. അതോടൊപ്പം തന്നെ ഇറാന്റെ പ്രത്യാക്രമണവും ഇസ്രായേലിലേക്ക് ഉണ്ടായിരുന്നു. ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരുപാട് ഡ്രോൺ ഇസ്രായേലിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ നിരവധി ആക്രമണങ്ങൾ. അതോടൊപ്പം തന്നെ ഉക്രൈനിൽ നിന്നും ഇസ്രായേലിലേക്ക് ചികിത്സയ്ക്കായി എത്തിയ ഒരു കുഞ്ഞ് ഇറാന്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട അതിദാരുണമായ ഒരു സംഭവം നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. അങ്ങനെ സംഭവബഹുലമായിരുന്നു ആദ്യത്തെ 24 മണിക്കൂർ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസത്തെ ആ സംഭവത്തിന് ശേഷം നമുക്കറിയാം ട്രംപ് ഖമേനിയെ ഒന്ന് കളിയാക്കിക്കൊണ്ട് രംഗത്ത് വന്നു. ട്രംപ് ഖമേനിയോട് പറഞ്ഞു, താങ്കൾ സുപ്രീം ലീഡർ ആണെങ്കിലും താങ്കൾ ഇരിക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് ഒരുപാട് ദൂരമല്ല, താങ്കളെ കൊല്ലാൻ പക്ഷെ ഞങ്ങൾ ശ്രമിക്കില്ല, താങ്കൾ ഒളിച്ചിരിക്കുന്ന സ്ഥലം ഞങ്ങൾക്കറിയാം, നിങ്ങൾ തീർച്ചയായിട്ടും കീഴടങ്ങണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷെ നേരെ തിരിച്ച് ഖമേനിയും മറുപടി ട്രംപിന് കൊടുത്തിരിക്കുന്നു. അമേരിക്ക ഏറ്റവും വലിയ ശൈത്താനാണ്, ഇസ്രായേൽ ഒരു ക്യാൻസറാണ്, അങ്ങനെ നിരവധി തന്നതായി പറയുന്ന ചില അഭിപ്രായങ്ങൾ ആയത്തുള്ള അലി ഖമേനിയും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം വലിയൊരു വാർത്തയുണ്ടായി. അമേരിക്കൻ സൈന്യം ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെ അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങുന്നതായിട്ടുള്ള സൂചന. നമുക്കറിയാം ഇറാന് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് ബേസ് ഉണ്ട്, അതായത് സൈനിക താവളങ്ങളുണ്ട്. ആ സൈനിക താവളത്തിലുള്ള 40,000-ഓളം വരുന്ന സൈനികരെ ഏത് നിമിഷത്തിലും ഒരു യുദ്ധത്തിന് സജ്ജരാകത്തക്ക രീതിയിൽ പറഞ്ഞ് റെഡിയാക്കി നിർത്തിക്കുക എന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലേക്ക് യുദ്ധക്കപ്പലുകൾ വരുന്നു, അതോടൊപ്പം തന്നെ എയർ ടാങ്കറുകൾ വരുന്നു. അങ്ങനെ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മിഡിൽ ഈസ്റ്റ് വീണ്ടും വീണ്ടും കടന്നു പോകുകയാണ്. ഇറാന്റെ പരിസരം കടന്നു പോകുകയാണ്. അതോടൊപ്പം തന്നെ ഇസ്രായേലും വലിയ ആക്രമണമായിട്ട് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാനിൽ നിറഞ്ഞു നിന്നു. നമുക്കറിയാം ഇറാനിലെ നമ്പർ 18 എന്ന് പറയുന്ന ജില്ലയിലാണ് ഇസ്രായേൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ആക്രമണം നടത്തിയത്. അണ്വായുധം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സെൻട്രിഫ്യൂജുകൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ പോയിട്ട് തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇസ്രായേൽ ആ ഫാക്ടറികൾ, സെൻട്രിഫ്യൂജുകൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ കയ്യോടെ തകർത്തിരിക്കുകയാണ്. ഈ ഒരു വാർത്ത ഇന്ന് ഉച്ച മുതൽ പ്രചരിക്കുകയാണ്. ആ വാർത്തയ്ക്ക് എത്രത്തോളം വിശ്വാസ്യത ഉണ്ടെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരുന്നില്ല. പക്ഷേ അതിനുശേഷം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇറാനിലെ തന്ത്രപ്രധാനമായിട്ടുള്ള ആണവായുധം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സെൻട്രിഫ്യൂജുകൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ ഇസ്രായേൽ ബോംബിട്ട് തകർത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലിലേക്ക് കഴിഞ്ഞ ദിവസങ്ങൾ വിട്ടുകൊണ്ടിരുന്ന ബാലിസ്റ്റിക്, സൂപ്പർസോണിക്, ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളുടെ ലോഞ്ചറുകൾ ഇസ്രായേൽ അവിടെ പോയി തകർത്തിരിക്കുന്നു. അവരുടെ മിസൈൽ ശേഖരങ്ങൾ തകർത്തിരിക്കുന്നു. നമുക്കറിയാം 13-ാം തീയതി 300 മിസൈലാണ് വിട്ടതെങ്കിൽ പിറ്റേ ദിവസം 200 പിന്നെ 100 പിന്നെ 30 അങ്ങനെ കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസത്തെ ഒരു കണക്കനുസരിച്ച് ഇസ്രായേലിലേക്ക് 2-3 ആണ്ടാണ് വന്നത് ഈ ബാലിസ്റ്റിക് മിസൈലുകൾ. അത് ഇസ്രായേൽ തടയുകയും ചെയ്തു. ഇന്ന് പകൽ വന്നത് ഡ്രോണുകളാണ്. വടക്കൻ ഇസ്രായേലിലാണ് ഡ്രോണുകൾ വന്നത്. അതും ഇസ്രായേൽ ആകാശത്ത് വെച്ച് തന്നെ കത്തിച്ചു കളഞ്ഞു. എന്തായാലും ആക്രമണത്തിന്റെ മുന കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ ആയത്തുള്ള അലി ഖമേനിയെ നോട്ടമിട്ട് ഇസ്രായേലും അമേരിക്കയും നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. ട്രംപിന്റെ വാക്കിലൂടെ അത് പുറത്തു വന്നു. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കിലും അത് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ട്രംപ് ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ കൊല്ലില്ല എന്നൊരു വാക്ക് കൂടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാനായിട്ട് സാധിക്കും. മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബെന്നെ ബറാക്ക് എന്ന് പറയുന്ന ഇസ്രായേലിലെ ഒരു സ്ഥലത്ത് ഉക്രൈനിൽ നിന്നും ക്യാൻസർ ചികിത്സയ്ക്കായിട്ട് എത്തിയ ഒരു കൊച്ചുകുഞ്ഞ്, ഒരു പെൺകുട്ടി, അവള് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഗുരുതരമായിട്ട് പരിക്കേറ്റു. ഇപ്പോൾ ഇന്ന് കൊല്ലപ്പെട്ട വാർത്തയാണ് പുറത്തു വന്നത്. നാസ്തിയ ബോറിക് എന്നാണ് ആ കുഞ്ഞിന്റെ പേര്. 7 വയസ്സുകാരിയാണ്. അവള് ലുക്കീമിയ പിടിപെട്ട്, നമുക്കറിയാം ഇസ്രായേലിൽ നല്ല ക്യാൻസർ ചികിത്സ ലഭിക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെയൊക്കെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തിയിരുന്നല്ലോ. അതുപോലെ നല്ല ഒരു ക്യാൻസർ ചികിത്സ ലോകത്ത് കിട്ടുന്ന ഒരു രാജ്യം കൂടിയാണ് ഇസ്രായേൽ. അതിന്റെ ഭാഗമായിട്ട് ഉക്രൈനിൽ നിന്നും, അവിടെയും യുദ്ധഭൂമിയാണ്, അവിടെ നിന്ന് ഈ കുഞ്ഞിനെ ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നതാണ്. പക്ഷേ യാദൃച്ഛികം എന്ന് പറയട്ടെ, ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി, സ്ഥിരീകരിക്കാത്ത ഒരു വാർത്തയാണ്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ രാജ്യം വിട്ടിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അതിനപ്പുറം വലിയൊരു വാർത്ത വന്നത് ഇസ്രായേലിലേക്ക് 50,000 യഹൂദര് തിരിച്ചെത്തുന്നു എന്നുള്ളൊരു വാർത്തയാണ്. നമുക്കറിയാം ഇസ്രായേലിലെ പ്രധാന എയർപോർട്ടായ ബെൻഗുറിയൻ എയർപോർട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. കൊമേഴ്സ്യൽ മറ്റ് പാസഞ്ചേഴ്സ് വിമാനങ്ങളൊന്നും അനുവദിക്കുന്നില്ല, പോകാനും വരുവാനും സമ്മതിക്കുന്നില്ല, എല്ലാം ക്ലോസ്ഡ് ആണ്. ആ ദിവസങ്ങൾ ഇങ്ങനെ പിന്നിടുമ്പോഴാണ് ഇന്ന് ഒരു സർവീസ് സൈപ്രസിൽ നിന്നും ആരംഭിച്ചത്. അത് മറ്റൊന്നുമല്ല,
ഇസ്രായേലിന്റെ പുതിയ പദ്ധതി, അതായത് ഈ സമയത്ത് മറ്റു നാടുകളിൽ, മറ്റു രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അകപ്പെട്ട് നിൽക്കുന്ന, ഒറ്റപ്പെട്ട് നിൽക്കുന്ന, കുടുങ്ങി നിൽക്കുന്ന ഇസ്രായേലിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ സേഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ സേഫ് റിട്ടേൺ എന്ന് പറയുന്ന ആ ഒരു പദ്ധതി പ്രകാരം ഇന്ന് കുറേ ഫ്ലൈറ്റുകൾ ഇസ്രായേലിലെ ബെൻഗുരിയൻ എയർപോർട്ടിൽ വന്നിറങ്ങി. രാവിലെ 6:30 മുതലുള്ള ഫ്ലൈറ്റ് സർവീസ് ആയിരുന്നു. എലാൻ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട എയർലൈൻസ് വഴിയാണ് ആൾക്കാർ വന്നത്. അർക്കിയ ഉപയോഗിച്ചു. അതോടൊപ്പം തന്നെ എലാലിലും വന്നിട്ടുണ്ട്. സൈപ്രസിൽ നിന്നും, പാരീസിൽ നിന്നും, അതോടൊപ്പം തന്നെ പല പല രാജ്യങ്ങളിൽ നിന്നും അവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കുടുങ്ങിപ്പോയ ആളുകളെ തിരിച്ച് അവരുടെ മാതൃരാജ്യത്തേക്ക് കൊണ്ടുവരുന്ന ഓപ്പറേഷൻ സേഫ് റിട്ടേൺ ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 50,000-ഓളം യഹൂദർ അല്ലെങ്കിൽ ഇസ്രായേൽ പൗരന്മാർ തിരിച്ച് രാജ്യത്തേക്ക് വരും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. നമുക്കറിയാം, ആയത്തുള്ള അലി ഖമേനിക്ക് വേണ്ടി വലവിരിച്ചാണ് അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കും, അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ അമേരിക്ക ഇസ്രായേലിനൊപ്പം ചേർന്ന് ഒരു പൊതുയുദ്ധത്തിലേക്ക് ഇറങ്ങുമോ, അല്ലെങ്കിൽ യുദ്ധമുഖത്തേക്ക് അമേരിക്കയും കൂടി ഇറങ്ങുമോ, ഇറാനെതിരെ പൂർണ്ണമായിട്ടുള്ളൊരു യുദ്ധം ആരംഭിക്കുമോ, അല്ലെങ്കിൽ ഇസ്രായേൽ മാത്രമാണോ പോകുന്നത്, ഇറാന്റെ വലിയ ഒരു പ്രത്യാക്രമണം ഇസ്രായേലിലേക്ക് തിരിച്ചുണ്ടാകുമോ എന്നൊക്കെയുള്ള വലിയ ആശങ്കയിലാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ നമുക്ക് കാര്യങ്ങൾ അറിയാം. പുതിയ വിശേഷവുമായിട്ട് നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.